ഹരേ രാമ ഹരേ കൃഷ്ണ. ജൂൺ 18 മുതൽ തലവര തെളിയുന്ന 9 നക്ഷത്രക്കാർ ഇവരാണ്. വളരെ നാളുകളായി കഷ്ടകാലം മാത്രം അനുഭവിച്ചു വന്ന ഈ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തലവര തെളിയുകയാണ്. ഈ നക്ഷത്രക്കാരുടെ കാലമാണ് ഇനി വന്നെത്തുന്നത്. നിങ്ങളുടെ എല്ലാവിധ ദുരിതകാലവും അവസാനിച്ച് പുതിയ ജീവിതവും സൗഭാഗ്യവും വന്നു ചേരുന്നു. 9 നാളുകാരെയാണ് ഈ സൗഭാഗ്യങ്ങൾ കാത്തിരിക്കുന്നത്. ഇവരുടെ തലവര തെളിയുകയും ജീവിതത്തിലെ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം വിജയം നേടുകയും ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ തിരികെ പിടിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നത്. ചിലർക്ക് സാമ്പത്തികമായ വളരെയധികം നേട്ടവും തൊഴിലിൽ നേട്ടവും എന്നിവയെല്ലാം വന്നു ചേരും. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ നാളെ മുതൽ വന്നെത്തുന്നത് എന്ന് നോക്കാം. ആദ്യം രോഹിണി, അത്തം, തിരുവോണം എന്ന നക്ഷത്രക്കാരാണ് ആദ്യം വരുന്നത്. ഇവരുടെ ജീവിതത്തിലെ വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളാണ് ഇനി എത്തിച്ചേരുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ മനസമാധാനക്കേടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വസ്ഥതക്കുറവും അതുപോലെ തന്നെ അകൽച്ചയും എല്ലാം ഈ സമയം മാറിക്കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന തൊഴിൽ സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ജൂൺ 17 മുതൽ മാറിക്കിട്ടുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വീട്ടിലുണ്ടായിരുന്ന കലഹവും പ്രശ്നങ്ങളുമെല്ലാം മാറുന്നതാണ്. ജൂൺ മാസത്തിൻ്റെ അവസാനത്തിന് തൊട്ടു മുൻപായി തന്നെ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരും. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന ഐക്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. വിവാഹമോചനത്തിനു വേണ്ടി ഒരുങ്ങിയിരുന്ന ദമ്പതികൾക്ക് പോലും നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കുവാനും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും സാധിക്കുന്ന ഒരു സമയമാണ് വന്നെത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഫലവത്തായി തീരുകയും ചെയ്യുന്നതാണ്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനാകും. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. രോഹിണി, അത്തം, തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. ജോലി സ്ഥലത്ത് അനുഭവിക്കേണ്ടി വന്നിരുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരും. സ്വന്തമായി വീട് എന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നതാണ്. ഇവർ ഭദ്രകാളിയെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഭജിക്കുന്നത് നല്ലതാണ്. ജന്മനക്ഷത്രം വരുന്നെങ്കിൽ ആ ദിവസം ഗണപതി ഹോമം നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഇടവരുത്തും. ഇതേ നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്താം. ശനിയാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ സുബ്രഹ്മണ്യനെ ഭജിക്കുകയും ചെയ്യാവുന്നതാണ്. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന കഷ്ടതകൾ ഒഴിഞ്ഞു മാറുവാനും സഹായിക്കുന്നതാണ്. അടുത്തത് പുണർതം, വിശാഖം, പോരുരുട്ടാതി. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ദിവസങ്ങളാണ് വന്നെത്തുന്നത്. വിവാഹ ഭാഗ്യമുണ്ടാകുവാൻ ഇടയുണ്ട്. പല നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് കൈവരിക്കുവാൻ സാധിക്കും. സ്വന്തമായി വീട്, വാഹനം, പരീക്ഷാ വിജയം, തൊഴിൽ ഭാഗ്യം തുടങ്ങിയ പല ഭാഗ്യങ്ങളും നിങ്ങളെ തുണയ്ക്കുന്നതാണ്. അന്യ സംസ്ഥാനങ്ങളിൽ യാത്ര പോകുവാനുള്ള യോഗവും വന്നുചേരും. വീട് വിട്ടു നിൽക്കുവാനുള്ള യോഗം എന്നു തന്നെ പറയാവുന്നതാണ്. സമയബന്ധിതമായി കുറച്ചധികം കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. പുതുതലമുറയുമായി ആശയവിനിമയം നടത്തുന്നത് വളരെയധികം വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ ശക്തമായ പിന്തുണ നിങ്ങളെ സഹായിക്കും. ജന്മനക്ഷത്രത്തിലൂടെ ശനി സഞ്ചരിക്കുകയാൽ കുറച്ച് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ ഇടവരുത്തും. ഉദ്യോഗസ്ഥർക്ക് തസ്തികയിൽ മാറ്റം വരുവാനിടയുണ്ട്. വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓഫീസിൽ പോകേണ്ട ഒരു സ്ഥിതി വന്നു ചേരും.
ഭൂമി വ്യാപാരം ലാഭകരമായി തീരുന്നതാണ്. ഉല്ലാസങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും. പഴയ കാര്യങ്ങളിൽ, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ സുഹൃത്തുക്കളുമായ തർക്കത്തിൽ ഏർപ്പെടുവാനും ഇടവരുന്നതാണ്. നിങ്ങളുടെ വന്നു ചേരുന്ന കഷ്ടതകളെല്ലാം അകന്നു മാറുവാൻ ഈശ്വരാരാധന നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു പൂജയും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി പൂജയും നടത്തുന്നത് വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ ഒഴിഞ്ഞുമാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ്. അടുത്തത് പൂയം, അനിഴം, ഉത്രട്ടാതി. ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വളരെയധികം നേട്ടങ്ങളാണ്. ഇവർക്ക് ഈ മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ജാതകത്തിൽ ശുക്രൻ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നുവെങ്കിൽ രാജാതി യോഗം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇവർക്ക് അടുക്കളയിലേക്ക് വില പിടിച്ച വസ്തുക്കൾ ലഭിക്കും. രോഗങ്ങൾക്ക് പരിഹാരം വന്നു ചേരുന്നതാണ്. അനിഴം നാളുകാർക്ക് ആഗ്രഹ സാഫല്യം വന്നുചേരും. ഈ നാളുകാർക്ക് ധനസംബന്ധമായ കഷ്ടതകൾ ഇനി അവസാനിക്കുവാൻ പോകുന്നു. സാമ്പത്തിക ലാഭത്തിലേക്ക് വന്നു ചേരുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ, പരീക്ഷ എന്നിവയിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ സ്വീകരിക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം വന്നു ചേരുവാനും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗം കാണുന്നു. ഈ നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളെയെല്ലാം പ്രതിരോധിച്ച് പ്രശംസാർഹമാം വിധം മുന്നേറുവാൻ സാധിക്കും. കഴിവുകളെല്ലാം നിങ്ങളുടെ തിരിച്ചറിയുകയും ചെയ്യും. അവ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാനുള്ള അവസരവും വന്നെത്തും. ജോലിയില്ലാത്ത ആളുകൾക്ക് നിയമനം ലഭിക്കുന്നതാണ്. മത്സരങ്ങളിൽ വിജയം നേടുവാനും നിങ്ങൾക്ക് സാധിക്കും. സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് പ്രമോഷന് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരായ ആളുകളുടെ ജനകീയ അടിത്തറ വളരെയധികം ഉയരുകയും ചെയ്യും. ചർച്ച, സിമ്പോസിയം, പ്രസംഗം എന്നിവയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാനും സാധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും നല്ല ആദായം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പ്രണയ സാഫല്യത്തിനും സാധ്യതയുണ്ട്. വിദേശത്തു നിന്നും പാരിതോഷികം ലഭിക്കാം. ജൂൺ പകുതി മുതൽ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസം വന്നെത്തുന്നതാണ്. വരവും ചെലവും തുല്യമാകുവാനും ഇടവരും. ആകസ്മികമായ യാത്രകൾ വേണ്ടി വന്നേക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ സമയം അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നിങ്ങളുടെ കഷ്ടതകൾ മാറിപ്പോകുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന കഷ്ടതകളൊക്കെ ഒഴിയുവാൻ സർപ്പദൈവങ്ങൾക്കും ശാസ്താവിനും വഴിപാട് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അനിഴം നാളുകാർക്ക് രാഹുപൂജ നടത്തുന്നത് വളരെയധികം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണങ്ങൾ സമ്മാനിക്കും. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന കഷ്ടതകളൊക്കെ ഒഴിഞ്ഞുമാറി ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.